പ്രിയ കൂട്ടുകാരെ, കുറച്ച് പേര് ചോദിച്ചില്ലേ ഇസ്രായേൽ ബങ്കർ ഉള്ളതുകൊണ്ടാണ് ഇസ്രായേൽ പിടിച്ചിരിക്കുന്നതെന്ന്. ഇതാണ് ഇസ്രായേലിലെ ബങ്കർ. ഇതിൽ കൂടെയാണ് ഇറങ്ങി അടിയിൽ പോകേണ്ടത്. ഇതാണ് അതിൻ്റെ വഴി. ഇതിൽ കൂടെ ഇറങ്ങിയിട്ട് അകത്തോട്ട് പോകണം. ഇതാണ് ബങ്കർ. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് മക്കളെ. ബങ്കർ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട ഈ ബസ് സ്റ്റോപ്പൊക്കെ അങ്ങനെ ഇരിക്കുക. എടാ, ഈ ബങ്കർ ഇസ്രായേലിനെ വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് പറഞ്ഞ സാധനം അടിച്ചു പൊട്ടിക്കുമ്പോൾ പീസ് ഒന്നും വിടാതിരിക്കാൻ വേണ്ടി ഓടി കയറാനാണ് ബങ്കർ വച്ചിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ മറ്റേ പാൽക്കുപ്പികൾ പറയും പോലെ ബങ്കർ ഉള്ളതുകൊണ്ടാണ്. ബങ്കർ എങ്കിൽ ഇതാ ഇതിൻ്റെ എല്ലാം ചുറ്റുവിടെ നോക്കി, എല്ലാ ബിൽഡിങ്ങൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് ബങ്കർ. അതിൻ്റെ അപ്പുറത്ത് സൂപ്പർ ഫാം, മെഡിക്കൽ സ്റ്റോർ, അതായത് എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. മനസ്സിലായോ? ബങ്കറിനെ ചുറ്റിപ്പറ്റി ആൾക്കാർ ഓടി വന്ന് കയറാം. കാരണം മിസൈൽ എവിടെ വെച്ചാണ് അടിച്ചു പൊട്ടിക്കുന്നതെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല. അടിച്ചു പൊട്ടിക്കുമ്പോൾ അതിൻ്റെ പീസുകളൊന്നും വിടുന്ന ആരെങ്കിലും എന്തെങ്കിലും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബങ്കർ ഇസ്രായേലിന് ആവശ്യം ഇപ്പം. മനസ്സിലായോ? യഥാർത്ഥം പറഞ്ഞ ജീവൻ രക്ഷയ്ക്കുള്ളതാണ്. പക്ഷേ ഇസ്രായേലിന് ഇത് ഇങ്ങനെയൊക്കെ വന്ന് വിഴുന്ന് പൊട്ടുന്ന സാധനങ്ങളെ മതി. കാരണം ഇസ്രായേൽ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഐ ലവ് യു ഇസ്രായേൽ.